എന്ന പോലെ പാവകൾ വാങ്ങുന്ന കുഞ്ഞു മനസ്സുകൾ എന്നേർക്കു നോക്കി ചിരിക്കും. പാടത്ത് പാടണ പാട്ടിലെ കാളിപ്പെണ്ണിന്റെ കഥ പറയൂ. കണ്ണൂർ ജില്ലാ കലോത്സവത്തിലെ നാടോടി നൃത്തത്തിന്റെ വേദിക്ക് പുറത്താണ് നമ്മളുള്ളത്. നാടോടി നൃത്തം മോഹിനിയാട്ടം പോലെ, കുച്ചിപ്പുടി പോലെ മുദ്രാഭാഷകളില്ലാത്ത, നിയതമായ ചിട്ടകളില്ലാത്ത നാടോടി സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നൃത്തരൂപമാണ്. അതിൽ പലപ്പോഴും അവതരിപ്പിക്കുന്ന തീമുകൾ ജന്മി നാടുവാഴ്ത്തത്തിൻ്റെതോ ആദിവാസി സ്വഭാവമുള്ളതോ സ്ത്രീ വിരുദ്ധതയുടെ ഒക്കെയുള്ള അങ്ങനെയുള്ള ഏറെക്കുറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തീമുകളാണ് നാടോടി നൃത്തത്തിന് ആയിട്ട് വേദികളിൽ വരാറ്. പല കുട്ടികളും ഒരേ പാട്ട് തന്നെ പലപ്പോഴും അവതരിപ്പിക്കാറുണ്ട്. നമുക്ക് നാടോടി നൃത്തം അവതരിപ്പിക്കുന്ന കുട്ടികളോട് തന്നെ അവർക്ക് ഈ തീമിനെ കുറിച്ചിട്ടുള്ള ധാരണയെ കുറിച്ചിട്ട് ചോദിക്കാം. നിങ്ങൾ കളിച്ചിട്ടുള്ള നാടോടി നൃത്തം ഇനത്തിന്റെ തീം എന്തായി? തീം പണ്ട് കാലത്ത് തമ്പ്രാന്റെ വീട്ടിൽ നിന്ന് ഒരു കുട്ടിക്ക് വിശന്നിട്ട് ഒന്നുമില്ല വീട്ടിൽ കഴിക്കാനായിട്ട്. അപ്പോൾ ആ കുട്ടി ആ തമ്പ്രാന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം മോഷ്ടിക്കുന്നതാണ് തീം. അതിനുശേഷം തമ്പ്രാൻ ഈ കുട്ടീനെ അന്വേഷിച്ചു പോകുമ്പോൾ അമ്മ ഈ കുട്ടീനെ വൈക്കോലിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം തമ്പ്രാൻ ഇങ്ങനെ പരതി നടക്കുമ്പോൾ ആ കുട്ടീന്റെ കരച്ചിൽ കേട്ടിട്ട് വൈക്കോലിനപ്പൊ തീ വെച്ചിട്ട് പിന്നെ അമ്മ അത് സഹിക്കാൻ പറ്റാ തമ്പ്രാനെയും കൊണ്ട് ആ തീയിൽ ചാടുന്നു. അപ്പൊ അവസാനം പറയുന്ന മധു ഇതല്ലോ ഇല്ലേ, പട്ടിണി കാരണം വിശപ്പ് കാരണം മരിച്ച ആൾക്കാർക്ക് വേണ്ടിയുള്ള ഭക്ഷണക്കള്ള എന്നാണ് ഐറ്റത്തിന്റെ പേര്. മിക്ക കുട്ടികളും ദാരിദ്ര്യം, പട്ടിണി, പഴയകാല ജീവിതം, ജന്മി നാടുവാഴിത്തം, ആദിവാസി ജീവിതം ഒക്കെയാണ് നാടോടി നൃത്തത്തിന് ഇതിവൃത്തമായി കൊണ്ടുവരാറുള്ളത്. ഒരുപക്ഷെ ആധുനിക കാലത്തെ, പുതിയ കാലത്തെ മനുഷ്യർക്ക് മനസ്സിലാവാത്ത നാടോടി ജീവിതത്തിന്റെ കഥകൾ കൂടിയാണ് നാടോടി നൃത്ത വേദികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിജു അഴീക്കോടിനൊപ്പം നിശാന്ത്.